ഭാവന സ്റ്റുഡിയോസ് നമുക്കറിയാം ഒരു വലിയ ബാനറാണ്. ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ്, തങ്കം, അതുപോലുള്ള ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ആയാലും അങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ദിലീഷ് ചേട്ടൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു പ്രേമലു എന്ന് പറഞ്ഞൊരു മൂവി കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇപ്പം എല്ലാം ഇൻവെസ്റ്റിഗേറ്റീവ് പടങ്ങളും അങ്ങനെ ചിരിപ്പിക്കുന്ന പടങ്ങൾ, ഇതുപോലുള്ള പടങ്ങൾ വരണം എന്നുള്ളത് കൊണ്ടാണോ? അത് എന്താണ് ഇതിലേക്ക് എത്താനുള്ള റീസൺ? ഹലോ. അല്ല, ഈ സിനിമ എന്തുകൊണ്ട് ഭാവന സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഗിരീഷ് ഷെഡി. ഗിരീഷ് ഷെഡി എന്ന പറയുന്ന ഫിലിം മേക്കർ വളരെ മികച്ച 2 സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ആ 2 സിനിമകളും തിയേറ്ററിൽ മികച്ച വിജയങ്ങൾ നേടിയ സിനിമകളായിരുന്നു. അത് അതിൻ്റെ പ്രത്യേകത കൊണ്ടും പുതുമ കൊണ്ടും ഐഡൻറ്റിറ്റി കൊണ്ടൊക്കെ വളരെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയാണ് ഗിരീഷിൻ്റെ 2 സിനിമകളും. അപ്പോൾ അത്രയും പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അത് ഗിരീഷ് എനിക്ക് തോന്നുന്നു തണ്ണീർമത്തം കഴിഞ്ഞൊരു സമയം മുതൽ തന്നെ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ഗിരീഷുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് സംഭവിച്ചത് ഇപ്പോഴാന്നേ ഉള്ളൂ. അപ്പോൾ ഗിരീഷിനോട് സംസാരിച്ച് ഗിരീഷ് നമുക്കൊരു പടം ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്തു. ഗിരീഷുമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഗിരീഷ് കയ്യിലുള്ള 1-2 ഐഡിയകളെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ നമ്മൾ കൂടുതലും ഗിരീഷിന് ഏത് കോൺഫിഡൻസ് ഏതിലേക്കാണ്, ഗിരീഷിനെ ട്രസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലുടനീളം ശ്രമിച്ചിട്ടുള്ളൂ. ഗിരീഷിനോട് നമ്മൾ ഇത് ചെയ്യണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഗിരീഷിന് കൂടുതൽ ഇഷ്ടപ്പെട്ട കഥ ഏതാണ് അത് ഗിരീഷ് പറയുന്നു. അപ്പോൾ അത് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചിലപ്പം ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ബാക്കി ഗിരീഷിന് കംഫർട്ടായിട്ട് ഷൂട്ട് കൊണ്ടുപോകുക, ഗിരീഷിന് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാത്രമാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. ഈ കോമ്പയിൽ ഇത് 3ാമത്തെ ചിത്രമാണ്. ഒരു പാറ്റേൺ പിടിച്ച് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. തണ്ണീർമത്തലിലാണെങ്കിൽ സ്കൂൾ ഡേയ്സ് കാണിക്കുന്നു, സൂപ്പർ ചെന്നൈയിൽ കോളേജിലെ ഡേയ്സ്, ഇപ്പോൾ ഒരു വർക്കിംഗ് സ്റ്റേജ്, അതായത് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഒരു പാറ്റേൺ ചെയ്ത് ഈ കോമ്പോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. അല്ല, ഒരു പാറ്റേൺ മനഃപൂർവ്വം ഉണ്ടായതല്ല കേട്ടോ. ഇപ്പൊ പറയുമ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ ചിന്തിച്ചിട്ട് അങ്ങനെ പാറ്റേൺ പിടിച്ചതോ ഇനി ഈ കോംബോ തുടരണോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇവരുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് കരുതി എല്ലാ പടങ്ങളും ഇവരുമായിട്ട് ചെയ്യുക അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ പടം ചെയ്യുമ്പോൾ അത് എന്റർടൈനർ ആവുക, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അത് അതിന് പ്രീവിയസ് വർക്കുകളായിട്ട് റിസംബ്ലൻസ് വരുമോ? ശരിയാണ്, എല്ലാ ഇതുകളും റിസംബ്ലൻസ് വരാതിരിക്കും. പ്രീവിയസ് വർക്ക് പോലെ ആയിരിക്കില്ല എന്തായാലും ഈ വർക്ക്. ഇതിന് അതിൻ്റെതായിട്ടുള്ള മെറിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പാറ്റേൺ അങ്ങനെ വന്നു പോയതാണ്. നമ്മളങ്ങനെ ബോധപൂർവം അങ്ങനെ പിടിച്ചിട്ടുള്ളതല്ല. ബ്രേക്ക് ചെയ്യാൻ അല്ല ഞാൻ ശ്രമിക്കാറ്. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു, ഇപ്പോൾ ദിലീഷേട്ടൻ പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചത്രത്തോളം അത് ബ്രേക്ക് ആവുമെന്നൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ പ്രൂവ് ചെയ്യണതിനേക്കാളും കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, ആൾക്കാർ എൻജോയ് ചെയ്യുക, ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ ഞാൻ ബ്രേക്ക് ചെയ്യണതിനേക്കാളും നല്ലത് അതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ബ്രേക്ക് ചെയ്യില്ല എന്നല്ല, പക്ഷെ ആ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടണം, അത് ചെയ്താൽ നല്ലതായിരിക്കണമെന്ന് എനിക്ക് തോന്നണം. അല്ലാതെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് അബദ്ധം ആയിപ്പോണ്ടാന്ന് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയി ചെയ്യുന്ന ഒരു ആളായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. മറ്റേ മകളുടെ കഥാപാത്രം അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സിനിമയിലെ കഥാപാത്രം കേട്ടപ്പോൾ മനസ്സിലാക്കുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ള കുറച്ച് ഡിഫറെന്റ് ആണോ, അതോ സ്ഥിരം കണ്ടുവരുന്ന കോമൺ ലവർ അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയോ? ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് കണ്ടുപോയ കഥാപാത്രങ്ങളുടെ ഷെയ്ഡ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ഇതിൽ കഥയും കഥാപാത്രം തികച്ചും മറ്റുള്ള സിനിമകളിൽ നിന്നും, ഞാൻ ചെയ്തിട്ടുള്ള മറ്റു സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. കഥാപശ്ചാത്തലമാണെങ്കിലും അത് സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മാത്യു ഫെസ്റ്റിൽ എന്ന് പറയുന്നത് നല്ലൊരു കോംബോയാണ്. മലയാള സിനിമയിൽ നല്ലൊരു പ്രേക്ഷകർ ചിരി കൊടുക്കും, നല്ല യൂത്തിന് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോംബോയാണ്. അപ്പോൾ ആ കോംബോയിൽ തന്നെ പിന്നെയും വരുമ്പോൾ ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ഇത് വിട്ടുമാറാൻ പറ്റുന്നില്ല. ഇത്
ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഒരു കോംബോ ഇതിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സിനിമകളെ പോലെ, സിനിമകളിലുള്ള പോലെ നിങ്ങൾ പറയുന്ന പോലെ എന്റെയും അവന്റെയും കോംബോ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട അല്ലേ. ഇത്ര നാളും സൂപ്പർ ശരണയിലൊക്കെ നമ്മൾ കണ്ടു. എല്ലാത്തിലും ഭയങ്കര മമിതയുടെ ഒരു ക്വാളിറ്റി ഭയങ്കര എല്ലാവരിലും ചിരി ഉണർത്തും. ഓരോ കഥാപാത്രങ്ങളിലും അത് ഡെലിവറി ചെയ്യുന്ന കഥാപാത്രങ്ങളിലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എപ്പോഴാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ അനശ്വര രാജൻ ഇപ്പം വേറൊരു രീതിയിലേക്ക് നേര് പോലെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രേമലുവിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മമതയെ കാണാൻ പറ്റും? ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പം പറഞ്ഞതിൽ. കാരണം ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിൽ ഹാപ്പി ആക്കുന്നു എന്ന് ഒരു ഫാക്ട് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ റോൾസ് നമ്മളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വേണം. ഇപ്പോൾ എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ അത് നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രൊജക്ട്സ് ആണോ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പം അതിന് ഇനിയും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം. അങ്ങനെ ട്രെയിലർ ആണെങ്കിലും ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിലും ഒരു 19ാമത്തെ ട്രെൻഡിങ് ആണ് യൂട്യൂബിൽ. അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ നെസ്ലിനും മമിതയും മെയിനായിട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ളത്. അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ എന്താ പറയുക പഴയ ജോഡികളെയൊക്കെ പോലെ പണ്ട് ശോഭന ലാലേട്ടൻ അതൊക്കെ പോലെ നിങ്ങളിനി മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്കിങ്ങനെ കാണാൻ പറ്റുമോ? അയ്യോ അറിയില്ല. നിങ്ങൾ പടം കണ്ടിട്ട് എങ്ങനെയാണോ അതിന്റെ റെസ്പോൺസ് അതനുസരിച്ച് വരും. ഇപ്പം ഞാനും നസ്ലിന്റെയും എൻ്റെ നസ്ലിന്റെയും കോംബോ വളരെ ആഗ്രഹിച്ചതാന്ന് പറയുമ്പം ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല. സൂപ്പർ ശരണയിൽ ഞങ്ങൾ രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടായിരുന്നു, അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ എന്താ പറയുക പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം പടം കണ്ടിട്ട് പറയാം. സൂപ്പർ ശരണയിലെ കഥാപാത്രം സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകൾ നോക്കിയാൽ ഇപ്പോൾ കഴിഞ്ഞ 6 വർഷം ഫെബ്രുവരിയിലൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ സ്റ്റാറ്റസ് ആയിരുന്നു കൂടുതൽ സിംഗിൾസിന്റെ അങ്ങനെ. ഇപ്പോൾ പ്രേമലുവിലെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് കുറച്ചുകൂടെ ബോൾഡായിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ. ഇനി തൊട്ട് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനാണ് താല്പര്യം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിൽക്കുന്ന? അങ്ങനെയില്ല. അത് ഇപ്പം സൂപ്പർ ശർമ്മയിൽ സോന ചെയ്ത കഥാപാത്രം അത് ആക്ച്വലി പ്രേക്ഷകരെ ഏറ്റെടുത്തത് കുറേ റിലേറ്റ് ചെയ്യാനുണ്ട് എൻ്റെ ക്യാരക്ടറായിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പ്രേമിൽ ഇറങ്ങി കഴിയുമ്പം അതും ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് സോനയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഞാൻ ചെയ്യുന്ന റീനു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പം വരുന്ന എനിക്കങ്ങനെ ഇന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതിയിലുള്ള ക്യാരക്ടേഴ്സേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഞാനും ആസ് ആൻ ആക്ടർ ഓരോ പടം കഴിയുമ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ക്യാരക്ടർ വരുമ്പം അത് എടുക്കാന്നുള്ളതേ ഉള്ളൂ. ചെയ്യുന്നുണ്ടല്ലോ എല്ലാ സിനിമകളിലും. അപ്പൊ നമ്മളിപ്പോ കാണുന്ന ഫ്രണ്ട് ലൈൻ ആക്ടേഴ്സ് ആയിട്ടുള്ള ലാലേട്ടൻ, മമ്മൂക്ക, ദുൽഖർ ഇവരൊന്നും നമ്മൾ കുറെ കാലമായിട്ട് സാധാരണക്കാരുടെ ഇടയിലുള്ള തമാശകളും കൗണ്ടറുകളും ഒക്കെ പറയുന്ന കഥാപാത്രങ്ങളായിട്ട് കണ്ടിട്ടുമില്ല. ഈവൻ ഫഹദിനെ പോലും അങ്ങനെ കണ്ടിട്ടില്ല ഭാവന സ്റ്റുഡിയോസിന്റെ. അപ്പൊ ഈ അടുത്തൊന്നും അപ്പൊ അങ്ങനെ ഒരു സിനിമ കുറച്ചുകൂടി വലിയ സ്റ്റാർസിനെ വെച്ചുകൊണ്ട്, എന്നാൽ ഇപ്പൊ ഈ കറുകുറ്റി ഭാഗത്തൊക്കെ ഉള്ള ചെറുപ്പക്കാരെ പോലെ അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളെ പോലെ അങ്ങനെ സിനിമകൾ മനസ്സിൽ പ്ലാൻ ഉണ്ടോ? ആഗ്രഹമുണ്ട് എനിക്ക്. നമ്മള് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അങ്ങനെ ചെയ്യാനും ഒക്കെ ഇഷ്ടമുണ്ട്. എനിക്ക് ശബ്ദമൊന്നുമില്ല അങ്ങനെ ചെയ്യണം, ബെറ്ററൊന്നും വെച്ചിട്ടില്ല അവരുടെ അടുത്ത്. അവര് ഈ പറഞ്ഞല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഇതുകളൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ പറഞ്ഞ പോലെ എല്ലാ ആക്ടേഴ്സും നമുക്ക് ഓരോ ആക്ടേഴ്സിനും ഓരോ ട്രൈറ്റുകളും ഒക്കെയാണല്ലോ, നമുക്ക് അതെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രോജക്റ്റ് വരുമ്പോൾ എനിക്ക് ചെയ്യാൻ
ഭയങ്കര താല്പര്യമാണ്. എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു താല്പര്യക്കുറവോ ഒന്നുമുള്ള ഇതുകളല്ല. അത് വൈകാതെ തന്നെ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു നടന്റെയോ ഒരു നടിയുടെ പേര് പറയാൻ പറ്റുമോ? അങ്ങനെ ഇപ്പോൾ എനിക്ക് ടോവിനോ, നിവിൻ അവരെയൊക്കെ വെച്ച് നമ്മൾ പ്രോജക്റ്റുകൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ അത് സ്ക്രിപ്റ്റും പരിപാടികളൊക്കെ ആയി കഴിഞ്ഞിട്ട് അവരെ സമീപിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ഇതുകളുണ്ട്. ഈ ആദ്യ ഭവന സ്റ്റുഡിയോസിൽ നിന്ന് നസ്രിയനും ബേസിലിനെയും വെച്ചുകൊണ്ട് ഒരു പ്രൊജക്ട് ആലോചിച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രേമലൂരിൽ അവർ രണ്ടുപേരുടെയും റോളുകളാണ് ഇവർ ചെയ്യുന്നത്, അതോ എഴുത്തിരി സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു കാസ്റ്റ്? അല്ല, അത് ദിലീഷ് ചേട്ടൻ ആദ്യം എന്നോടൊരു അഭിപ്രായം ചോദിച്ചതാണ്. ഇങ്ങനെ നമ്മൾ കണ്ടപ്പോൾ നസ്രിയും ബേസിലിനെ വെച്ച് ചെയ്യാൻ പറ്റിയ പല സബ്ജക്റ്റും ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ വേറൊരു സബ്ജക്റ്റാണുള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ പ്രേമലുവിൻ്റെ സബ്ജക്റ്റ് പറയണതാണ്. അങ്ങനെയാണ്, അല്ലാതെ അതിനെക്കുറിച്ച് ഈ പടത്തിന് നസ്രിയും ബേസിൽ അങ്ങനെയല്ലായിരുന്നു. ഗിരീഷിന്റെ സിനിമകളൊക്കെ കണ്ടപ്പോൾ ഞാൻ പേഴ്സണലി എനിക്ക് ഒരു താല്പര്യം തോന്നിയത് ഗിരീഷ് ഒരു കുറച്ചും കൂടെ ഒരു സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു കഥ ഗിരീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു. ഗിരീഷിന്റെ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ബേസിൽ നസ്രിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാകുമെന്നൊക്കെ കരുതി അങ്ങനെ ഒരു വെറുതെ ഒരു പരിപാടിക്ക് ഒരു തുടക്കത്തിൽ എന്ന രീതിയിൽ ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ആ കൈൻഡ് ഒരു അപ്പം ഗിരീഷ് പറഞ്ഞു ഇങ്ങനെ അതെല്ലാം നമുക്ക് എൻ്റെ കയ്യിൽ വേറൊരു പരിപാടി ഇങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷെ അത് അവർക്ക് പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഈ ഐഡിയ പറഞ്ഞപ്പം അതൊക്കെ അത് ഓക്കെ ഐഡിയ, ഗിരീഷിന് കോൺഫിഡൻസ് ഉള്ള ഒരു സിനിമ ചെയ്യുക എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. ഐഡിയ ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. നസറിൻ്റെയും മമതയുടെയും കാസ്റ്റിങ്ങിലും 100% കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് അങ്ങനെ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ പറ്റുന്ന കാസ്റ്റ് തന്നെയാണ് അവരുടേത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു കാലത്ത് നല്ല രീതിയിൽ യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു യുവാക്കളുടെ ഇടയിൽ നല്ല തരംഗമായിരുന്ന ഒരു സിനിമ. ആ സിനിമ പോലൊക്കെ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു ചർച്ചയും സ്നേഹവും അതുപോലെ തിയേറ്ററിലേക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ കയറി ചെല്ലണം, സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പടമായിരിക്കും. ഉറപ്പായിട്ടും അത് ഇപ്പം അത്രയും ഡ്രാമയൊക്കെ ഉള്ള ഒരു ലവ് സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് ഞാൻ പറയുക. ഇത് പുതിയ കാലഘട്ടത്തിൻ്റെ കഥയാണ്. ഒരു സിനിമയിലൊക്കെ മൊത്തത്തിലുണ്ടായ ഒരു മാറ്റം ഉറപ്പായിട്ടും ഈ സിനിമയിലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും അങ്ങനത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ട്രെൻഡ് സെറ്ററായി മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ ഒരുവിധം എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ചാനൽ ആങ്കറിങ് ചെയ്തിട്ടുണ്ട്, സ്മ്യൂള് ചെയ്തിട്ടുണ്ട്, ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പൊന്മുട്ട എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു കുറച്ചുകൂടെ ആൾക്കാർ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. എന്നോട് ആൾക്കാർ പെർഫോമൻസ് കൊള്ളാമെന്ന് പറഞ്ഞു തുടങ്ങിയത് പൊന്മുട്ട കണ്ടിട്ടാണ്. അപ്പോൾ ഇത് തന്നെ ഗിരീഷ് ബ്രോ തന്നെയാണ് വിളിച്ചത്. ഇങ്ങനൊരു പടമുണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ട്, ഓഡീഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓഡീഷൻ ചെയ്തു. ഓഡീഷൻ ചെയ്യുമ്പോഴും എനിക്ക് ക്യാരക്ടർ എത്ര വലുതാണെന്നോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ചെയ്തു, പോയി. പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഓക്കെയാണ്, ഇനി ഭാവന സ്റ്റുഡിയോസും കൂടെ അവർ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അവരും കൂടെ ഓക്കെ പറയണം എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ ഓക്കെയാണ് എന്ന് പറഞ്ഞു. ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ വെബ് സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു അതുപോലൊരു സെറ്റാണ് ഇപ്പോൾ ഗിരീഷ് ബ്രോയുടെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി കൊണ്ട് നിർത്തി വരട്ടുകയോ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്ത് അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ഹൈദരാബാദിലായിരുന്നു 1 മാസം ഷൂട്ട്. ഒരു വെക്കേഷൻ പോയൊരു ഫീൽ തന്നെയായിരുന്നു. അത്രയും നമ്മളെല്ലാവരും ഇപ്പം ഞങ്ങളുടെ താമസമാണെങ്കിൽ പോലും നസ്ലിൻ, ഞാൻ, സംഗീത്, മമിത, മീനാക്ഷി, അഖിലവരെല്ലാം നമ്മളെല്ലാവരും ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഫാമിലി ഒരു എൻവയോൺമെന്റ് അവിടെ ഉണ്ടായിരുന്നു. ഷൂട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്യണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഗിരീഷ് ബ്രോ പറയാൻ ചെയ്തോളാം, അത് കൊള്ളാം. അല്ലെങ്കിൽ നമ്മൾ സ്പോട്ടിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ചിരിക്കും.
അപ്പോൾ നമുക്കറിയാം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന്. പുള്ളിയുടെ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ എന്തുകൊണ്ട് ചിരിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് ദിലീഷ് ചേട്ടനെ ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. എനിക്ക് പുള്ളി ഭയങ്കര പേടിയാണ്, കാണുമ്പോൾ ഒരു പേടിയുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നത് മാറി. ശ്യാമേട്ടനായിട്ടാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. പണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് കണ്ടിട്ട് ശ്യാമേട്ടൻ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്യാമേട്ടനും കുറച്ച് ദിവസം അവിടെ ലൊക്കേഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് കുറച്ചുകൂടെ ഒരു റാപ്പോ ഉണ്ട്. ഇപ്പൊ പിന്നെ എല്ലാവരുമായിട്ട് ഒരു ഐസ് ബ്രേക്ക് ആയി എന്ന് തോന്നുന്നു ദിലീഷ് ചേട്ടനായിട്ടൊക്കെ. അപ്പൊ ഈ ആദ്യം എന്നുള്ള ക്യാരക്ടർ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഞാനൊരു കോർപ്പറേറ്റ് ആയിരുന്നു ഒരു 5 വർഷത്തോളം. ഞാൻ ബോംബെയിലായിരുന്നു, ഞാൻ സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഒരു മാനറിസവും ഒരു സോഫിസ്റ്റിക്കേഷൻ പരിപാടികളാണ് എന്നോട് പിടിക്കാൻ പറഞ്ഞത് ഗിരീഷ് ബ്രോ. ഞാൻ ഒരു നാടൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ട് നാടൻ ആളാണ്. പക്ഷെ എനിക്ക് ആ ഒരു അവരുടെ മാനറിസവും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഗിരീഷ് ബ്രോ പറഞ്ഞു തരും ഒരുപാട് സംഭവങ്ങൾ. എനിക്കത് വിത്ത് ആക്ഷൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എടാ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അത് കാരണം കംഫർട്ടബിൾ ആയി ചെയ്യാൻ പറ്റി. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല ഈ ആദ്യം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയല്ല ആക്ച്വലി. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഈ ഫാൻ ബേസ് കൂടുന്നതുകൊണ്ട് ഉത്തരവാദിത്തം കൂടുന്നുണ്ടോ അതോ പേടി തോന്നുന്നുണ്ടോ? കാരണം മമ്മീദിന്റെ ഇപ്പൊ ട്രെയിലർ റീസണൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ മമ്മീദിന്റെ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ആൾക്കാർ ഉറക്കൊഴിഞ്ഞൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഉത്തരവാദിത്തം കൂടുകയാണോ അതോ പേടി തോന്നുന്നുണ്ടോ ഫാൻ ബേസ് കൂടുന്നുണ്ടോ? പേടി തോന്നുന്നില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ എന്താ പറയാ, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവർ ചെയ്യുന്നത്. അപ്പൊ അവരെനിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവർ എക്സാമിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന പോർഷൻസ് ആണ്. അവർ അത്രയും സപ്പോർട്ടീവ് ആണല്ലേ. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ കുറച്ചുകൂടെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും. കാരണം അങ്ങനത്തെ കുറച്ച് പേര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത പടങ്ങൾ എന്താണെന്നറിയാൻ, നമ്മളുടെ അടുത്ത മൂവ്മെന്റ് എന്താണെന്നറിയാൻ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നല്ല പ്രോജക്ട്സ് ഇനിയും ചെയ്യണം, അവരെ കുറച്ചുകൂടെയും എന്താ പറയാ അവരെ സന്തോഷിപ്പിക്കണം എന്ന് തോന്നാറുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ ചരനായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. ഇതിന്റെ ഒരു തെലുഗു വെർഷൻ ഞങ്ങൾ ആലോചിച്ചായിരുന്നു, തെലുഗു റീമേക്ക്. അത് കുറച്ചും കൂടി മലയാളത്തിനേക്കാളും കൂടുതൽ തെലുങ്കിൽ എനിക്ക് കുറച്ചും കൂടി വേറെ മാറ്റി ചെയ്തിരുന്നെങ്കിൽ തെലുങ്കിൽ നന്നാവുന്ന എനിക്ക് തോന്നിയിരുന്നു. അപ്പം അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ഉള്ളൊരു ഓപ്ഷനിൽ ഞങ്ങൾ ചുമ്മാ ചിന്തിച്ചതാണ്. അതൊരു ഭയങ്കര പ്രോജക്റ്റായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിച്ചതല്ല. അങ്ങനെ ചിന്തിച്ച് പിന്നെ അത് വിട്ടു. അപ്പോഴും ഹൈദരാബാദ് എന്നുള്ളൊരു സംഭവം അവിടെ കിടന്നിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര, ഞാൻ അതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ തെലുങ്ക് പടങ്ങൾ പണ്ട് തുടങ്ങി കോളേജിൽ പഠിക്കുമ്പോൾ പാട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഈ ഹൈദരാബാദ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അടുത്ത പടത്തിന് ഹൈദരാബാദ് വയ്ക്കാം എന്നുള്ളൊരു സംഭവം അത് ഈ സൂപ്പർ ചെന്നൈ വഴിയാണ് അതിലോട്ട് എത്തിയത്. ഹൈദരാബാദിൽ ഹുക്കായത്. പിന്നെ ആ പടം ഒരു ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇപ്പോൾ ചെന്നൈ ബാംഗ്ലൂരൊക്കെ മലയാളത്തിൽ വന്നിട്ടുള്ളതാണ് സിനിമകൾ. ഹൈദരാബാദ് അങ്ങനെ സിറ്റി ആയിട്ട് കാണിച്ചിട്ടുള്ള ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ. അല്ലാതെ ത്രൂ ഔട്ട് സിറ്റിയിൽ ഷൂട്ട് ചെയ്ത പടങ്ങൾ മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എനിക്കറിയില്ല അങ്ങനത്തെ പടങ്ങളുണ്ടോ. അപ്പോൾ അത് ഒരു ഫ്രഷ് പശ്ചാത്തലമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആണ് അങ്ങനെ ഹൈദരാബാദിൽ സെറ്റ് ചെയ്യാനുള്ള തീരുമാനം. ഇല്ല ഇല്ല, ആ ടൈപ്പ് ഇത് ഒരു മലയാളം പടം തന്നെയാണ്. ടിപ്പിക്കൽ മലയാളം പടം തന്നെയാണ്. മലയാളം പടം എങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ മലയാളി ഓഡിയൻസിൻ്റെ സെൻസിബിലിറ്റീസ് എങ്ങനെയാണോ തെലുങ്ക് ഓഡിയൻസിൻ്റെ വേറെയാണ്. അല്ലു അർജുൻ്റെ പടങ്ങൾ ഞാൻ കാണാറുണ്ട്. ആ സെൻസിബിലിറ്റീസിൽ നിന്നിട്ടുള്ള പടമല്ല. ടിപ്പിക്കൽ മലയാളം ഓഡിയൻസിൻ്റെ ഇതിൽ നിന്ന് എൻ്റെ എല്ലാ പടം പോലെ തന്നെ. അത് എനിക്കറിയില്ല, അത് വേറെ ഭാഷയിൽ അങ്ങനത്തെ ഒരു ഇതായിരിക്കുമെന്ന് എനിക്കറിയില്ല, അറിയാൻ പാടില്ല. അങ്ങനെയല്ല അതിൻ്റെ. ദിലീഷേട്ടാ, ഇപ്പോൾ തുടക്കം എന്ന് പറയാവുന്ന മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിയിട്ട് 8 വർഷം ആയിരിക്കുന്നു. അപ്പോൾ മഹേഷിന്റെ പ്രതികാരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട്
ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ഡീറ്റെയിലിങ്ങിനെ പറ്റിയിട്ടും ബ്രില്യൻസിനെ പറ്റിയിട്ടും പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ സിനിമയുടെ പ്രയോഗങ്ങൾ ഇപ്പോഴും നീ ഒരു സ്ഥലത്ത് നിൽക്കട എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത്ര ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി എന്ന് പറയുന്ന പ്രയോഗങ്ങൾ പോലും ഇന്നും വളരെ റെലവൻ്റ് ആണ്. പ്രകാശ് സെറ്റിയും അല്ലെങ്കിൽ ഫഹദിന്റെ ചിരിയും ഒക്കെ ഇന്നും ട്രോളുകളിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്നേ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബ്രില്യൻസിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ ചർച്ച ചെയ്യപ്പെടണമെന്നും അല്ലെങ്കിൽ എല്ലാ കാലത്തും റെലവൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ മഹേഷ് പ്രതികാരത്തിന് വല്ലാത്തൊരു അത്യധ്വാനം നിങ്ങൾ ചെയ്തിരുന്നോ ശ്യാം ചേട്ടനും ദിലീഷ് ചേട്ടനും? ഒരിക്കലുമില്ല. അത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ കഥയോടും അതിലെ കഥാപാത്രങ്ങളോടും ഒക്കെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിലും റൈറ്റർ എന്ന നിലയിലും ഒക്കെ ഞങ്ങൾ ഏറ്റവും നീതി പുലർത്താൻ ശ്രമിച്ചിരുന്നു. അത് ഏറ്റവും വൃത്തിയായിട്ടിരിക്കണമെന്നും അത് കഥ കുറച്ച് ഒതൻറ്റിക്കായി തന്നെ ആ കഥ പറയണം എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു. അല്ലാണ്ട് ഇത് അങ്ങനെ ആവുമെന്നൊന്നും കരുതിയിട്ടല്ലോ. നമ്മൾ പ്രത്യേകിച്ച് അത് അതിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത്ര കോൺഫിഡൻസ് ഉള്ളൊരു ഡയറക്ടറൊന്നും അല്ല ഞാനപ്പം അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 50 ഓടുന്ന ഒരു പടം എന്ന സങ്കല്പത്തിലാണ് സത്യത്തിൽ പടം ചെയ്തത്. പിന്നീടാണ് അതൊക്കെ ആയത്. ഈ ദിലീഷേട്ടൻ പലതും ചെയ്യുന്നതിൽ ഒരുപാട് ബ്രില്യൻസ് ഉണ്ടെന്നൊക്കെ ഈ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് വരും. ഇപ്പോൾ ദിലീഷേട്ടൻ മഹേഷ് ഒരു വോളിബോൾ മുകളിൽ കയറ്റി വെച്ചിട്ടുള്ളത് ഇടുക്കിക്കാരുടെ ഈ വോളിബോൾ ഒരു ബ്രെഡ് ലൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. ദിലീഷ് ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൽ പകുതി ചായ വെച്ചാൽ അയാളുടെ ജീവിതം സന്തുലിതാവസ്ഥയിലാണെന്നൊക്കെ ആളുകൾ പറഞ്ഞ് കുറിപ്പെടുന്നു. അപ്പൊ ഈ ബ്രില്യൻസ് ഒരു വലിയ പ്രശ്നമാകാറുണ്ടോ? അത് ഒരു കാര്യമില്ലെന്ന് ഒരു കാര്യമുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. ഒരു സിനിമ നന്നാകുക എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു സാധനം നന്നായി കഴിയുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് പല രീതിയിൽ പറയും. ആ സിനിമ മോശമായി കഴിഞ്ഞാൽ ആളുകൾ അതിനെക്കുറിച്ച് ആ രീതിയിൽ സംസാരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അത് നമ്മുടെ കയ്യിലല്ലതിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ ഇപ്പം ഇന്നലെ വരെ ഇപ്പം ഗിരീഷുമായിട്ട് നേരെ സംസാരിക്കുന്നുള്ളൂ. ഈ പ്രേമലു എന്ന് പറയുന്ന പടത്തിൽ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഇച്ചിരി പണി തീരാൻ ഇച്ചിരി വൈകിപ്പോൾ നമ്മൾ പറയാം. അല്ലെങ്കിൽ തലേ ദിവസവും റിലീസിൻ്റെ തലേ ദിവസമൊക്കെ ഒന്ന് ഡയറക്ടറും സമാധാനപ്പെടുന്നത് പണി കഴിഞ്ഞിട്ട്. അപ്പം അത്രയേ ഉള്ളൂ അതിനകത്തൊക്കെ കാര്യം. അത് എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. ഒരു സിനിമ അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആർട്ട് എന്ന രീതിയിൽ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആർട്ടിനെ റീഡ് ചെയ്യുക. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേച്ചാൽ മതി. നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടി വരുമല്ലോ. ഉറപ്പായിട്ടും നമ്മളും കാണുവാണ്. ഓക്കെ, അങ്ങനെ കൈവിട്ട അർത്ഥങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനത്തെ ഒരു അല്ല ഞാൻ അങ്ങനത്തെ സൂപ്പർസ്റ്റിഷനിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. രാശി അങ്ങനെയൊന്നല്ല. അവൻ ഭയങ്കര കംഫർട്ടബിൾ, നല്ല നടനാണ്. നല്ല നടനാണ് അവൻ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അത് എനിക്കിപ്പോ അടുത്ത പടത്തിൽ നസലിനെ അഭിനയിക്കാന്നുള്ളത് അതൊരു പ്രശ്നമായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടില്ല. അത് ആർക്കും ഫീലിംഗ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു പാപവും. അത് 10 സിനിമയിൽ അത് പ്രിയദർശൻ സാറിൻ്റെ പടത്തിലായാലും സിനിമയിലായാലും അവർക്കൊക്കെ അവരുടെ കംഫർട്ട് സോണിലുള്ള റിപ്പീറ്റഡായിട്ട് വരുന്ന ആക്ടേഴ്സ് ഉണ്ടാവും. എല്ലാവരും ഉണ്ട്. സത്യൻ സാറ് എന്നൊക്കെ പറയുന്ന പോലെ അതിനങ്ങനെ കണ്ടാൽ മതി എന്ന് എനിക്ക് അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് വരും. നെസ്ലിൻ ഇപ്പോൾ ഈ ആളുകൾ പറയുന്നുണ്ടല്ലോ നെസ്ലിൻ ഈ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ പലപ്പോഴും അത് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിവിൻ പോളി മൂത്തോൻ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളത്. പക്ഷേ ആരും പറയാതെ തന്നെ RDX പോലെ ഈ ആക്ഷൻ സിനിമകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ
ഈ കംപ്ലീറ്റ്ലി വേറൊരു ജോണറിൽ ഒരു ആക്ഷൻ സിനിമയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സിനിമയൊക്കെ കുരുതിയിലായിട്ട് ഷെയ്ഡ്സ് കണ്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മാറുന്ന റോളുകൾ വരുന്നുണ്ടോ? അങ്ങനെ മനസ്സിൽ പ്ലാൻ ഉണ്ടോ? ഹലോ, എനിക്കും ഈ കൈൻഡ് ഓഫ് റോളുകൾ മാത്രം ചെയ്തു പോകണം എന്നുള്ളൊരു വാശിയോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. എനിക്കും ഇതേപോലെ നല്ല കഥാപാത്രങ്ങൾ വരികയാണ്, അത് എനിക്കും അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി വരുന്ന സബ്ജക്റ്റുകളാണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തതിൽ നിന്നും. അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട്. ചെയ്ത കഥാപാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളോട് കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ, പക്ഷേ ശരിക്കും നെസ്സിലേക്കാണ് ഭയങ്കര സീരിയസ് ആയിട്ട് നല്ല ഭയങ്കര ഓവർ മെച്ചുവേർഡ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് മെച്യൂരിറ്റി ഒന്നുമില്ല, പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് തോക്ക് വെച്ചേക്കുന്ന പോലെയല്ല ക്യാമറ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ. ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിലും തക്കൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇരിക്കുന്ന ഒരു അങ്ങനെ ഒരാളായിട്ട് ഫീൽ ചെയ്താൽ അപ്പൊ സോഷ്യൽ മീഡിയയിലായാലും അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും അങ്ങനെ ആണോ? ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മറുപടി പറയത്തുള്ളൂ അങ്ങനെ ഒരു ഇതുവായിരുന്നു? അല്ല, ഇതിപ്പോ പടത്തിൽ അത് ചെയ്യുന്നത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്, ആ സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഗിരീഷ് ചേട്ടന്റെ പടങ്ങളിലാണെങ്കിലും ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും ആ ക്യാരക്ടറാണ് അത് അവിടെ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ് പൊതുവെ. ഗിരീഷേട്ട ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെയുള്ള പെണ്ണിനെ കിട്ടുക എന്നുള്ളത്, അതിന് ഇങ്ങനെ ഒരു കൗണ്ടർ ഉണ്ട് നമ്മളങ്ങനെ ആരും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പറയില്ല, കാരണം എനിക്ക് അതിനകത്ത് തന്നെ പറ്റിയിട്ട് നല്ല മതിപ്പാണെന്നുള്ളത്. ഈ ഡയലോഗ് എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? അത് എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നത്, അത് സ്പോട്ടിൽ വന്നതാണ്? എഴുതിയതാണ്. അതെനിക്ക് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വന്നതാണ്. അതാണ് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് അത് എഴുതുമ്പോൾ അത് അങ്ങനെ വന്നു പോയി. പ്രേമം മന്ദന്മാര് മാത്രമല്ല മണ്ടന്മാരാക്കും എന്ന് പറയുന്ന ഡയലോഗും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണ്? അല്ല, അത് എഴുതിയപ്പോ വന്നതാണ്. ചെയ്യുന്ന എല്ലാ ലവ് സ്റ്റോറീസിലായാലും ഒന്ന് ഡിഫറെന്റ് ആയിട്ടാണ് ഒരു ലവ് സ്റ്റോറി മറ്റേ കണക്ട് ചെയ്യാതെ ഓരോ ലവ് സ്റ്റോറിയിൽ അതിന്റെ യൂണീക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കണം എന്ന് ഒരിക്കലും കമ്പാരിസൺ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ലവ് സ്റ്റോറീസിലും ഒരേ പാറ്റേൺ ഒരു ഡിഫറെന്റ് ആയിട്ട് യൂണീക്ക് ആയിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്? അതെ, അത് അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ അത് വേറെ ആയിരിക്കണമല്ലോ. അപ്പം ആ ക്യാരക്ടേഴ്സിന്റെ ഡിഫറൻസ് ആണ് അതിലെ റൊമാൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് മാറുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആകുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആണെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് രണ്ട് അപ്ബ്രിങ്ങിങ്ങിൽ വളർന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വേറൊരു ഡൈനാമിക്സ് ആയിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ ഇത്. എല്ലാത്തിലും അങ്ങനത്തെ റൊമാൻസ് ഉണ്ടെങ്കിലും ആ റൊമാൻസിന് വേറെ ഡൈമെൻഷൻസ് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. ടെൻഷൻ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പ്രൊഡ്യൂസറായിട്ട് ഒരു പടം ഇറങ്ങുമ്പോഴായിരിക്കും. അല്ല, എനിക്ക് പ്രൊഡ്യൂസർ ആക്ടറായിട്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്ര കമ്പാരിറ്റീവ്ലി എപ്പോഴായാലും കുറച്ചും കൂടെ ഇതായിരിക്കും. പക്ഷെ പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഡയറക്ടർ എന്ന രീതിയിൽ ഒരു നമ്മൾ വേറെ തരം ടെൻഷനായിരിക്കും നമുക്കുണ്ടാവുക. പക്ഷെ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ അത് വേറൊരു ടെൻഷനാണ് ഉണ്ടാവുക. കുറച്ചും കൂടെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വേറെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് തരത്തിലാണ് ടെൻഷന്, എന്തായാലും കുറവൊന്നുമില്ല. അല്ല, അങ്ങനെ ഒരു പടം ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നല്ല, ഒരു പടം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. അല്ല, ആഗ്രഹമില്ലാതെ ഉണ്ടാവുമോ? എന്തായാലും ആഗ്രഹം ഉണ്ടാവില്ലേ? എന്താന്ന് മിഥുൻ എന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല.
എല്ലാം ഉണ്ടാവും ഉണ്ട്. അതിനൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ചില സസ്പെൻസുകൾക്കായിട്ട് പുള്ളി വെച്ചിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ തങ്കത്തിന് ശേഷം ശ്യാം പുഷ്കരൻ എവിടെയാണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നു. അപ്പോൾ നമ്മൾ അറിയുന്നത് അദ്ദേഹം ഇങ്ങനെ ഫഹദിലേക്ക് വെച്ചൊരു മാസ് സിനിമ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. ഷാറുഖ് ഖാന് വേണ്ടി സിനിമ എഴുതുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും ശ്യാം പുഷ്കരൻ എവിടെയാണ്? ശ്യാം പുഷ്കരൻ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും ഇപ്പം നായകൻ? അത് തീരുമാനമായിട്ടില്ല. എന്തായിരിക്കും ചോദ്യം? അല്ല, അത് ഒന്നും പറയാറായിട്ടില്ല. വഴിയെ വരാം. എന്തായാലും താമസിക്കാതെ തന്നെ ഞങ്ങളുടെ ഒരു പടം ഉണ്ടാവും. ശ്യാം, ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലറൊക്കെ കാണുമ്പോഴേ നമുക്ക് ആയിട്ടുള്ള ഒരു മാന്യനായിട്ടുള്ള ഒരാൾ എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമയിൽ അങ്ങനെ കണ്ടിട്ടുള്ള ഈ നിറത്തിലെ ബോബനാലുമോന്റെ ക്യാരക്ടറിനൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ മാന്യനായിട്ട് കംപ്ലീറ്റ്ലി നിൽക്കുമ്പോൾ തന്നെ അതിലൊരു ക്വർക്കിനെസ് ഉണ്ടല്ലോ, ഒരു തമാശ ഉണ്ടല്ലോ. അത് പ്രേമലു ഒരു ഹൈലൈറ്റ് ആയിരിക്കും. ആ ഒരു ക്യാരക്ടർ എനിക്ക് അധികം അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ആദ്യം എന്ന് പറയുന്നൊരു അതിൽ പറയുന്ന പോലെ ഒരു IT പ്രൊഫഷണലാണ്. അയാൾ വെൽ സെറ്റിൽഡ് ആണ്, ഒരു ജെന്റിൽമാൻ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലാൻസിൽ നമ്മൾ ഒരു മിറർ ഷോട്ട് കാണുന്നുണ്ട്. പുള്ളി ഇങ്ങനെ ചാടിയിട്ട് പെട്ടെന്ന് നോർമലാവുന്നു. അപ്പോൾ അതിലെവിടെയോ എന്തോ ഒരു സംഭവം അയാളുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കും മേ ബി അതിൽ ആ ഒരു ഷോട്ടിൽ റിവീൽ ആവുന്നത്. അപ്പോൾ കൂടുതൽ പറയാൻ എനിക്ക് നിർവാഹമില്ല. മറ്റന്നാളത് ഫിലിമിൽ എന്തായാലും ആദ്യം ഇങ്ങനെ ഒരു പേസിൽ പോകുന്നുണ്ട്. ആദ്യയുടേതായ കുറച്ച് പരിപാടികളും കുറച്ച് വേരിയേഷൻസും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അത് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സച്ചിൻ റീനുവിന്റെ പുറകെയാണ്. ഒരു പോയിന്റിൽ റീനു ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഐ വിൽ മാരി ആദ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ശരിക്കും ആ സിനിമ കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ, എന്താണ് ആദിയുടെ സ്പേസ് എന്നുള്ളത്. ഈ പ്രേമലു എന്നുള്ള പേര് അത് ഇവിടെ നിന്നാണ്? ഈ തെലുങ്ക് മലയാളം വരുന്നത് കൊണ്ടാണ് പ്രേമലു വരുന്നത്? അത് തെലുങ്കിൽ അങ്ങനത്തെ ഒരു വാക്കുണ്ട് പ്രേമലു എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ അതിന് റിയൽ ഇതിൽ സെൻസ് ഒന്നുമില്ല. പ്രേമങ്ങൾ എന്നാണ് അതിൻ്റെ ഇത്. പക്ഷെ മലയാളികൾ പണ്ട് തുടങ്ങി ഈ ലൂ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കാവും എന്നുള്ളൊരു ഇതിലാണല്ലോ മലയാളം. തെലുങ്കിനെ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഞാൻ അങ്ങനെയല്ല കണ്ടായിരുന്നത് സത്യം. അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഹൈദരാബാദ് ടച്ച് കൊടുക്കാം എന്ന് കരുതിയിട്ട് വന്നൊരു പേരാണ് പ്രേമലു. ഗിരീഷേട്ടൻ ഇപ്പോൾ തെലുങ്കിൽ സിനിമ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ ഇതേ ഒരു എന്താ പറയുക, ഇപ്പോൾ സിനിമയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മുടെ സിനിമ ഉണ്ടാകുന്നത്. പക്ഷെ അത് കൊമേഴ്ഷ്യലാണ്. നമുക്ക് ചെയ്തു വരുന്ന സന്ദർഭങ്ങളും കൊമേഴ്ഷ്യലാണ് ആ സിനിമ. പക്ഷെ റിയലിസ്റ്റിക്കലി ഗ്രൗണ്ടഡാണ്. അപ്പോൾ ഈ തെലുങ്കിലൊക്കെ സിനിമ ആലോചിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഒരു സാമ്പ്രദായിക സിനിമ ഉണ്ടല്ലോ, 5 ഫൈറ്റും പൊടിപാറുന്ന ആക്ഷനും സ്ലോ മോഷൻ്റെ ഒരു നായികയും, അങ്ങനത്തെ സിനിമ ഗിരീഷേട്ടി ചെയ്യുമോ തെലുങ്കില്? ഇല്ല, അങ്ങനത്തെ ചെയ്യാൻ ഇപ്പൊ തെലുങ്കില് നമ്മുടെ പോലത്തെ മലയാളത്തിലൊക്കെ വരുന്ന പോലത്തെ സിനിമകൾക്ക് ഒരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തെലുങ്കിൽ അങ്ങനത്തെ പടങ്ങൾ ഉണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ. ചില ഇൻഡിപെൻഡന്റ് പടങ്ങൾ പോലെ വരുന്ന പടങ്ങളുള്ളൂ. അല്ലാതെ കുറച്ച് ഇത്തിരി കൊമേഴ്ഷ്യൽ വാല്യൂ എന്നാൽ കുറച്ചൊക്കെ നിലത്ത് നിൽക്കുന്ന തരത്തിലുള്ള പടങ്ങൾ ഇല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് തെലുങ്കിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനപ്പോൾ തെലുങ്കിൽ പടം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഭാഷ, ആ നാടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ നമ്മുടെ ഇവിടെ ചെയ്യുന്ന പടങ്ങൾ ആ ഒരു എൻ്റെ സ്റ്റൈലിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുള്ളൂ. കറുകുറ്റിക്ക് അങ്ങനെയുള്ള പലരെയും പ്രേമലൂര് അധികം കണ്ടിട്ടില്ല. ഇപ്പോൾ സച്ചിൻ ചെറുകലിനെ നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കുറെ ആളുകളെ ഇതിൽ കാണാറില്ല. അവരൊക്കെ എന്താണ് അവോയ്ഡ് ചെയ്തത്? അവോയ്ഡ് ചെയ്തതല്ല, ഈ പറഞ്ഞ പോലെ എനിക്ക് ശബ്ദമൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അവരില്ലാതെയും അവരെ വെച്ചിട്ടും ഒക്കെ പടം എടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഈ പടത്തിന് വേറെ കുറച്ച് ആൾക്കാരായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് അവരില്ല എന്നുള്ളൂ, അല്ലാതെ വേറെ റീസണൊന്നുമില്ല പ്രത്യേകിച്ച്. അയാം കാതൽ എന്നൊരു സിനിമ കൂടി ഉണ്ടല്ലോ, അത് അപ്പോൾ ആ സിനിമയിലും ഈ ജോണർ തന്നെയായിരിക്കും ഉണ്ടാവുക, പ്രേമം തന്നെയായിരിക്കും? അല്ല, അത് വേറൊരു ടൈപ്പ് ഒരു പടമാണ്. അപ്പം അത് കൂടുതൽ അതിനെ കുറിച്ച് പറയാൻ ഉള്ളൊരു ഇതില്ല. സൈബർ ക്രൈമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പടമാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ.
ഹലോ. അല്ല, ശരിക്കും ഗിരീഷേട്ടനാണ് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ, അത് നിർബന്ധമായിരുന്നു ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വേണം എന്നുള്ളത്. അപ്പം ഗിരീഷേട്ടൻ തന്നെയാണ് പറഞ്ഞ് ചെയ്തത്. തീർച്ചയായിട്ടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഇതുവരെ എൻ്റെ വളർച്ചയിൽ ഇപ്പോൾ ലീഡ് ക്യാരക്ടറിലാണ് വരുന്നത്, പ്രേമലൂല് ലീഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും ഞാനൊട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അപ്പോൾ ഇതുവരെ എൻ്റെ വളർച്ചയിലെല്ലാം സഹായിച്ച എല്ലാവരോടും ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്, ഗ്രേറ്റ്ഫുള്ളാണ്. തണ്ണീർമത്തന് ഞാൻ പിന്നെ അറിയില്ലായിരുന്നല്ലോ ഇത് സിനിമയാണ്, ഇങ്ങനത്തെ പരിപാടിയാണ് എന്നുള്ളത്. അങ്ങനെയല്ല, ഇതിന് ഇത്രയും വലിയൊരു റീച്ച് ഉണ്ട്, ഇത് ഇത്രയും ആൾക്കാർ കണ്ട് ഈ തരത്തിലൊക്കെ എത്തും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. സിനിമയെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു ആ സമയത്തൊന്നും. ടെൻഷൻ ഉണ്ട്, അതിന് ഉപരി എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് കൂടുതലായിട്ടുള്ളത്. ഇല്ല, ഇത് അങ്ങനെ അത്തരത്തിലുള്ളൊരു ടെൻഷൻ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചെയ്യുമ്പോഴൊക്കെ തന്നെ അതിലെ ആർട്ട് എന്ന് പറയുന്നത് ഭീകരമായിരുന്നു. അതിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിരുന്നു. ജോജിക്ക് വേണ്ടിയിട്ട് ഒരു മല ഒരു കൊളാക്കിയൊരു വീഡിയോ കണ്ടിരുന്നു. കുമ്പളങ്കിലായാലും അതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ പരിപാടികളൊക്കെ ഭയങ്കര രസമായിരുന്നു. പ്രേമലൂരിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ദിലീഷേട്ടൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു കാര്യത്തിലും എനിക്കറിയത്തില്ല. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഗിരീഷിനോട് അന്നേരം പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല, അതൊന്നുമില്ല. ഒരു സിനിമയ്ക്ക് ആർട്ട് എന്നുള്ളതല്ല, ഒരു സിനിമ ഒരു പ്രൊജക്റ്റ് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഡയറക്ടർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ്. നമ്മളൊരു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയത് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് പേപ്പറിൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള പേപ്പറിലെ അവസ്ഥയെ നമ്മൾ ഉറപ്പായിട്ടും വിലയിരുത്തും. അതിനുശേഷം ആ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഡയറക്ടർക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ആ നിലയ്ക്ക് ഇപ്പം പ്രേമലു ഗിരീഷിൻ്റെ മുൻ പടങ്ങൾ ആയിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്കെയിലിൽ ഉറപ്പായിട്ടും വലിയ സിനിമയാണ്. കുറച്ച് ബഡ്ജറ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഹൈദരാബാദിലും അങ്ങനെ സിറ്റിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കുറച്ച് ബിഗ്നസ് പടത്തിനുണ്ട്, ഒരു പ്രൊഡക്ഷൻ വാല്യൂ പടത്തിനുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ട് ഗിരീഷിന് കൊടുക്കാൻ പറ്റിയെന്നുള്ളതല്ലാതെ അതിൻ്റെ പൂർണ്ണമായ പ്ലാനിങ്ങും എക്സിക്യൂഷനും ആലോചനകളും ഡിസൈനും എല്ലാം ഗിരീഷിൻ്റെയാണ്, ഗിരീഷിൻ്റെ ശൈലിയിലാണ് പൂർണ്ണമായിട്ടും ഗിരീഷിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട്. സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ച്, കാണാൻ പോകുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് കുറച്ച് കാമ്പുള്ള സിനിമ, ഒരു ആർട്ട് വർക്കായിട്ടുള്ളൊരു സിനിമകളായാലും അതിനെ മാസ് പ്രതീക്ഷിച്ച് പോയി കണ്ടിട്ട് ഒന്നും മാസില്ല എന്നുള്ള രീതിയിൽ വരുന്നു. പിന്നെ കുറച്ച് കാമ്പുള്ള സിനിമകളെ പ്രകൃതി സിനിമകൾ എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്നു. ഇത്തരത്തിലുള്ള ലേയേഴ്സ് ഉള്ള സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല എന്നുള്ളൊരു വിഷമം വരുന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നാറില്ല. ഇതൊക്കെ ആളുകൾ വെറുതെ പല രീതിയിലുള്ള ഓരോരുത്തരുടെ വിലയിരുത്തലുകൾ ഉണ്ടാവും. അത് ചെറിയൊരു ശതമാനം ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാവാം, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം, അങ്ങനെ പറയുന്നുണ്ടാവാം. ഇതൊന്നും പൊതുവെ ഇതൊന്നും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പടം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ ഓടും, ആള് വരും. പടം മോശമാണെങ്കിലും എന്നൊക്കെ പറയാം. ഇപ്പോൾ ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഒരു കോമൺ പോപ്പുലർ ഓഡിയൻസ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകളുടെ ഒരു ടേസ്റ്റ് എപ്പോഴും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് സിനിമ കാണുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ഉള്ള സിനിമകൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ ആളുകൾ കൂട്ടത്തോടെ വന്ന് കണ്ടിട്ട് പോകും, അതിനകത്ത് തർക്കമില്ല. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കുറയും തോറും ആ കൈൻഡ് ഓഫ് ഫിലിംസിൻ്റെ ഓഡിയൻസ് കുറവായിരിക്കും, ആ ജോണറിന് ഓഡിയൻസ് കുറവായിരിക്കും. അത് റിയാലിറ്റിയാണ്. അന്യഭാഷാ സിനിമകൾ വരുമ്പോൾ മലയാള സിനിമകൾ കാണാൻ തോന്നാറില്ല എന്നുള്ളൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലെന്നേ. നമുക്ക് എന്തായാലും നമ്മുടെ കൾച്ചറിലുള്ള സിനിമകളോട് ഉറപ്പായിട്ടും നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും എന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അതായത് എല്ലാ മലയാളികൾക്കും അവരുടെ കൾച്ചറിൽ നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ലാംഗ്വേജിലുള്ള സോളിഡ് സിനിമകളോടായിരിക്കും ഉറപ്പായിട്ടും ഒരു കുറച്ച് പ്രത്യേക ഇഷ്ടം നമുക്ക് കൂടുതലുണ്ടാവുക. മറ്റ് അന്യഭാഷകളിൽ നിന്നും നേരത്തേക്കാളും കൂടുതലായിട്ട് നമുക്ക്
നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റും എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടുത്തെ നല്ല സിനിമകൾ നമ്മൾ ഉറപ്പായിട്ടും കാണും. അതിനകത്ത് തർക്കമില്ല. ഇത് ലാംഗ്വേജ് ഇപ്പം പഴയ പോലെ അത്ര ബാരിയർ ആവാറില്ല. നമുക്ക് എല്ലാവർക്കും സിനിമ തിയേറ്ററിൽ പോകുന്ന ഓഡിയൻസിന് പലപ്പോഴും സബ് ടൈറ്റിൽ ശീലമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തമിഴൊക്കെ ഉള്ള ലാംഗ്വേജുകൾ എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെ ആസ്വദിച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ കൾച്ചറുകളെയൊക്കെ കുറച്ചും കൂടി അറിയാം മുമ്പത്തേക്കാൾ. അതിപ്പം തെലുങ്ക് സിനിമകളോടായാലും ഹിന്ദി ആയാലും നമുക്ക് അല്ലെങ്കിൽ പുറത്തുള്ള കൾച്ചറുകളൊക്കെ കുറച്ചും കൂടെ ഇപ്പം നമുക്ക് ബാക്കി സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ പരിചയമുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് അത്ര സിനിമകൾ ആളുകൾ കാണും. അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് ആളുകൾക്ക് അത്ര സിനിമകളോട് പ്രത്യേക അഭിനിവേശം ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ല. നല്ല സിനിമകളായതുകൊണ്ട് ആൾക്കാർ വരും കാണും. കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും മലയാളത്തിൽ ഒരു ആഴ്ചകളിൽ ഒരു 10 സിനിമകളോളം ഇറങ്ങുന്നുണ്ട്. അത്തരം എല്ലാ സിനിമകളും തന്നെ പരാജയപ്പെട്ടു പോകുന്നൊരു പ്രവണത കണ്ടിരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും മലയാളത്തിൽ ഇത്ര സിനിമകൾ വന്നിട്ട് ആളുകൾ തിയേറ്ററിൽ വരുന്നില്ല? അല്ല, നീ എണ്ണത്തിലൊരു കാര്യമില്ലല്ലോ. 1000 സിനിമ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രി വലുതാവില്ലല്ലോ. എത്ര മികച്ച സിനിമകൾ വന്നു എന്നുള്ളതിൽ മാത്രമേ ഇൻഡസ്ട്രിക്ക് അത് ഗുണം ചെയ്യുകയോ, അല്ലെങ്കിൽ എല്ലാവരും മികച്ച സിനിമകൾക്ക് വേണ്ടി തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിലും അതാണ് ഇപ്പം ഒരാഴ്ച 10 മോശം പടം വന്നാൽ തിയേറ്ററിൽ ചിലപ്പോൾ ആരും വരില്ല. ഒരൊറ്റപ്പടം വന്നുള്ള ഈ ആഴ്ച അത് നല്ല തോടാണെങ്കിൽ എല്ലാവരും വരും കാണാൻ. എണ്ണത്തിൽ അതൊരു ഫാക്ടറല്ലോ. എന്നാൽ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ദിലീഷ് ചേട്ടൻ്റെ ഒരു സിനിമ എടുത്താൽ പോലും ദിലീഷ് ചേട്ടൻ്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, സിനിമ എടുത്താൽ അത്ര കെ ജോർജിനെയൊക്കെ പറയുന്നുണ്ട്, ആർട്ട് എന്ന് പറയുന്നൊരു കല ഇനിയും സഞ്ചരിക്കും, ഇപ്പോൾ പരാജയപ്പെട്ടാലും സഞ്ചരിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സിനിമ അത്തരം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു വ്യവസായ ഇതല്ലേ? അതെ, തീർച്ചയായിട്ടും. അല്ല, അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിന് സാധ്യമാകുന്ന ബഡ്ജറ്റിലായിരിക്കണം നമ്മൾ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ സിനിമകൾ പറയുമ്പോൾ നമ്മൾ അതിന് സാധ്യമായിട്ടുള്ള ബഡ്ജറ്റിലേക്ക് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ഞാനീ പറയുന്നത് കൊമേഴ്ഷ്യലായിട്ടുള്ള വിജയത്തെക്കുറിച്ച് മാത്രമാണ്. അപ്പം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയിലൂടെ നമുക്ക് നല്ല ആശയം പറഞ്ഞുകൂടെ? അതിന് കുഴപ്പമുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് എന്ന് കരുതി ഒരു നല്ല കണ്ടന്റ് ഇല്ലാണ്ടാവുന്നില്ലല്ലോ. നമുക്ക് അതാണ് അതിനകത്തെ കാര്യം. തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പം എല്ലാവർക്കും നന്ദി. സിനിമ ഇതേപോലെ ഫെബ്രുവരി 9-ാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വരൂ, കഴിവതും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. അത് 3-4 പാട്ടുകളുണ്ട് അല്ലേ? 4 പാട്ടുകളുണ്ട്. റോം കോം ജോണറിലുള്ള സിനിമയാണ്. കണ്ടിരിക്കാവുന്ന എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് കരുതുന്നത്. വിഷ്ണു വിജയുടെ മ്യൂസിക് ഹൈലൈറ്റാണ്. അങ്ങനെ മികച്ച ഞങ്ങളെ കൂടെ അജ്മൽ സാബിൻ്റെ സിനിമോട്ടോഗ്രാഫി പടത്തിൻ്റെ ഹൈലൈറ്റ് ആയിരിക്കും എന്ന് കരുതുന്നു. അതുപോലെ ശ്യാമടക്കം ഒരുപാട് പുതിയതും പഴയതുമൊക്കെ ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സ് എല്ലാവരും നല്ല രസമായിട്ട് പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ പടം കണ്ടു, നല്ലതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണുന്നതായിരുന്നു. താങ്ക് യു സോ മച്ച്.